ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു മുട്ട മസാല ഉണ്ടാക്കാം. നമുക്ക് ഇതിന് ചപ്പാത്തിനെ കൂടെയോ നീർദോശേൻ്റെ കൂടെയോ ഉപയോഗിച്ചിട്ട് അതിനായി നമുക്ക് ചെറിയ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, കുറച്ച് മല്ലിച്ചപ്പില. ഇതിന് നല്ലപോലെ നമുക്ക് കട്ടാക്കിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിന് കുക്ക് ചെയ്യാം. ഒരു പാൻ വെച്ച് നല്ലപോലെ ചൂടായി അതിലേക്ക് നമുക്ക് തേങ്ങ എണ്ണ ചേർക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം. സവാള ചേർത്ത് ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കാം. സവാള നല്ലപോലെ വാടി കിട്ടണം. ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് സവാള കുറച്ച് വേഗം വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യാം. നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്യാം. ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. സവാള നല്ലപോലെ വെന്തോടിയായിട്ട് ചെയ്യണം. ഏകദേശം സവാള വാടി ഇതിലേക്ക് നമുക്ക് ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം. തക്കാളി ചേർത്ത് നല്ലപോലെ ഒന്നുകൂടി മിക്സാക്കാം. ഇനി തക്കാളി സവാള നല്ലപോലെ വെന്തോടിയണം. ഇതുപോലെ മിക്സാക്കാം. നല്ലപോലെ സവാള തക്കാളി നല്ലപോലെ വെന്തോടിയിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത്, ഇതിനെ കൂടി ചേർക്കാം. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല അതുകൂടി ചേർക്കാം. പൊടികളാണ് അതുകൂടി ചേർക്കാം. അതിനുശേഷം ഒന്നുകൂടി മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ചേർത്ത് വെച്ചാൽ മസാലയും തക്കാളിയും ഒന്നുകൂടി വെന്തോടിയും നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഇതിനാവശ്യമുള്ള ഒരു 5 മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വെന്തതാണിത്. ഇതിന് നമുക്ക് ചെറുതായിട്ട് കട്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പുണ്ടാന്ന് പറഞ്ഞിട്ട് നോക്കാം. ഉപ്പെല്ലാം പാകത്തിനുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ കട്ടാക്കിയിട്ട് വേവിച്ച മുട്ടനെ ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ചേർത്ത ശേഷം നല്ലപോലെ ഒന്നുകൂടി നമുക്ക് മിക്സാക്കാം. ഇതുപോലെ മിക്സാക്കാം. ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം വെച്ച് കുറച്ച് ഗ്രേവി ആക്കാം. കുറച്ച് തിക്നെസ് വേണമെങ്കിൽ കുറച്ച് ഇതുപോലെ കട്ടിയായിട്ട് വെച്ച് തിക്നെസ് ആവും. കുറച്ച് തിക്നെസ് ഉണ്ട്. ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടേൻ്റെ കൂടെയോ കഴിക്കാനല്ല നല്ല മുട്ട മസാല സൂപ്പറാണ്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് അതിനുശേഷം നാം നേരത്തെ കട്ട് ചെയ്ത മല്ലിച്ചപ്പല കൂടി ചേർത്തു. ഒന്നുകൂടി നമുക്ക് മിക്സാക്കാം. നമുക്ക് മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കണം, കമൻറ്റ് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബായ്. എല്ലാവരും ട്രൈ ചെയ്ത് കൂടി നോക്കണേ. വളരെ സിമ്പിളാണിത്. ഓക്കെ, ബൈ.